ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു നല്ല ദിവസം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വചനം തിരുവചനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും അവിടെ ദൈവം നമ്മളുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. തളർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. രോഗാവസ്ഥയിലാണെങ്കിൽ ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ. മനസ്സിൻ്റെ ആകുലതകളും ഭാരങ്ങളും ഒക്കെ നല്ല ഈശോ എടുത്തു നീക്കട്ടെ. അങ്ങനെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിവസം, ഒരു ഭാവി ജീവിതം ഏവർക്കും ആശംസിക്കുകയാണ്. തിരുവചനത്തിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ ചില ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാനാണ് ആഗ്രഹിക്കുക. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ, പല അവസരങ്ങളിൽ ഒരുപാട് നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നവരെ അവരെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് പ്രതീക്ഷയ്ക്കും ഒരുപാട് സന്തോഷത്തിനുമൊക്കെ ഇടം നൽകുന്ന വേദി കുടുംബത്തിലുണ്ടെങ്കിലും ഇന്ന് ഒരുപാട് ആകുലതകളും മാതാപിതാക്കന്മാരെ അലട്ടുന്നുണ്ട്. മക്കൾ എന്താവും, എന്തായിത്തീരും, എങ്ങനെയാവും, അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാൻ പറ്റുമോ, നമുക്ക് സംശയമാണ്. അല്ലെങ്കിൽ നാളെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നടക്കാൻ ആവാത്ത വിധം കുനിഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മക്കൾ കാരണമാകുമോ, ഒരാകുലതയുണ്ട് നമുക്ക്. ചിലയൊക്കെ മാതാപിതാക്കൾ കുനിഞ്ഞ ശിരസ്സുമായി നടക്കുന്നവരുമുണ്ട്. മക്കളെ പ്രതീക്ഷിച്ചതിന് വിപരീതം അവരുടെ ജീവിത അന്തസ്സ് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ജീവിതം വഴിവഴിച്ചതുപോലെ വഴിവിട്ടുപോയി. അങ്ങനെയൊക്കെ ഒത്തിരി ആകുലപ്പെടുന്നവരാണ് ഈ കാലഘട്ടത്തിലും. മാതാപിതാക്കളുടെ ആകുലതകളും സമൂഹത്തിൽ നാം അനുഭവിക്കുന്ന ദുരിതങ്ങളും നാം കണ്ടുമുട്ടുന്ന പ്രതികൂല സാഹചര്യങ്ങളും ഇവിടെയൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ ചില വചനഭാഗങ്ങളും ചില വചന ചിന്തകളും നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത, ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആകുലതകളേക്കാൾ അപ്പുറത്ത് ദൈവത്തിൽ നിന്ന് സഹായം വരുമെന്ന ചിന്ത നമ്മെ മതിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ സാമുവേലിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ഇവിടെ സാമുവേലിൻ്റെ അമ്മ ഹന്ന, അവള് കല്യാണം കഴിച്ച് മക്കളില്ലാതെ വന്ധ്യത മൂലം ഒരുപാട് വേദനിച്ച വ്യക്തിയാണ്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഹന്ന, ഒന്ന് പെനീന. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹന്നായെ കൂടെ പെനീന കളിയാക്കും, വിഷമിപ്പിക്കും, അങ്ങനെ കുത്തുവാക്കുകൾ പറയുക, അങ്ങനെയൊക്കെയാണല്ലോ. അത് സ്ത്രീകൾക്ക് ഒരു കലയും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ എന്തുമാത്രം വേദനിക്കുന്നു എന്നതിൻ്റെ വില മനസ്സിലാക്കാതെ നമ്മുടെ പാഴ്വാക്കുകൾ മറ്റുള്ളവരെ കുത്തിമുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പം അത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഈ പെനീന കൂടെ ഈ ഹന്നായെ വേദനിപ്പിക്കുമായിരുന്നു എന്നാണ് വചനം പറയുന്നത്, പരിഹസിക്കുമായിരുന്നു എന്ന്. എല്ലാ വർഷവും അവർ ജെറുസലേം ദേവാലയത്തിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനായിട്ടും തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങൾക്കുമായിട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഓരോ മകനും എത്ര മക്കളുണ്ടോ അത്ര ഓഹരി എൽക്കാന കൊടുക്കും, ഈ ഭാര്യയ്ക്ക് കൊടുക്കും. ഹന്നായിക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഹന്നായുടെ ഓഹരി മാത്രമേ ഹന്നായിക്കുള്ളൂ, മക്കളുടെ ഓഹരി ഇല്ലല്ലോ, മക്കളില്ലല്ലോ. അപ്പോഴും പെനീന ഹന്നായെ കുറ്റപ്പെടുത്തുമായിരുന്നു, മുറിപ്പെടുത്തുമായിരുന്നു. ഈ ഹന്ന വേദനിക്കുന്നത് കണ്ട് എൽക്കാന അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കറിയാം, കുഞ്ഞുങ്ങളില്ലാത്ത ചേച്ചിമാർക്ക് ആരുടെ ആശ്വാസവും അത്ര ആശ്വാസമായി മാറണം നിർബന്ധമില്ല. അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് ആശ്വാസത്തിന് വേറെ വഴികളൊന്നുമില്ല. മക്കളില്ലാത്ത ദമ്പതികളുടെ വേദന വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയും കൂടെ നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഈ ഹന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയിരുന്ന് അവൾ വലിയ വേദനയോടെ കരയുന്നുണ്ട്, നെടുവീർപ്പിടുന്നുണ്ട്. അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്.
കാണുന്നവർക്ക് അവൾ മദ്യപിച്ച് ലഹരിയിൽ നിന്ന് എന്തൊക്കെയോ അങ്ങനെ പറയുന്നത് പോലെയൊക്കെ തോന്നുമായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഏലി പ്രവാചകൻ ചെന്നിട്ട് ചോദിക്കുക, എന്താണ് പറ്റിയത്? നീ ഇങ്ങനെ വിലപിക്കാൻ എന്താ കാര്യം? നീ മദ്യപിച്ച് ലഹരി കെട്ട് ഇരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെയാണ്. അവൾ പറയുന്നുണ്ടല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരമാണ് ഞാൻ ഈ ഇറക്കി വെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം പിന്നീട് ഹന്ന സാമുവലിനെ ഗർഭം ധരിക്കുന്നു. വചനം പറയാണ്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നില്ല, അവള് സന്തുഷ്ടയായിരുന്നു. നമ്മുടെ ചില പരിഹാസങ്ങളും നിന്ദനങ്ങളും ചില വേദനകളും ഒക്കെ, കുത്തിമുറിവേൽപ്പിക്കലുകളൊക്കെ ചില ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്ന വാതിലുകളായി മാറാറുണ്ട്. ചില നിന്ദനങ്ങൾ, ചില പരിഹാസങ്ങൾ, അതിലേക്ക് നോക്കി ആ വ്യക്തികളോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ ദുഃഖങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി ഒന്ന് ഇറക്കി വെക്കാനായിട്ട് ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുത്തുവാക്കുകളും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽപ്പടിയായിട്ട് മാറുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇതുപോലെ ഒരുപാട് പരിഹാസങ്ങളോ നിന്ദനങ്ങളും ഒക്കെ അനുഭവിക്കുന്നതുമാണോ? അതിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈ വേദനകളെല്ലാം ഇറക്കി വെക്കാൻ ഒരു വാതിൽപ്പടി നമുക്കുണ്ട്, ഒരു കവാടം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ദിവസത്തിൻ്റെ പകൽ മുഴുവനും തുറന്നു കിടക്കുന്ന ഒരു വാതിൽപ്പടിയുണ്ട്. അത് നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ വാതിൽപ്പടിയാണ്. ആ ദേവാലയം, അവിടെ നമുക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ കൊണ്ടുചെന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ, ഹന്ന ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ദേവാലയത്തിൽ ചെന്ന് തൻ്റെ ദുഃഖങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചതുപോലെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന സങ്കടത്തിൻ്റെ ഈ പെരുങ്കടലുണ്ടല്ലോ, ഈ ഭാണ്ഡക്കെട്ടുണ്ടല്ലോ, ഇത് ദേവാലയത്തിൽ കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുപോയി ഇറക്കി വെക്കാൻ നമുക്ക് സാധിച്ചാൽ ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉത്തരമുണ്ട്. ദൈവം സഹായിക്കാൻ സദാ സന്നദ്ധനാണ്. ദൈവം നമുക്ക് ചുറ്റും, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ പുറകിൽ നമുക്ക് ചുറ്റും നിൽക്കുന്നത് ദൈവം നല്ല ഒരു വിശ്വസ്ത കാവൽക്കാരനെ പോലെ കണ്ണിമ പൂട്ടാതെ നമുക്ക് ചുറ്റും കാത്തു നിൽക്കുന്നത് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്കൊരിടമുണ്ട്, നമുക്കൊരു ഇരിപ്പിടമുണ്ട് ദൈവസന്നിധിയിൽ. അവിടെ കൊണ്ടുപോയി ഇറക്കി വെക്കാൻ നമുക്കൊരു സ്ഥലമുണ്ടെന്ന് മറന്നു പോകരുത്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആരുമില്ലെന്നോർത്ത് സങ്കടപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ഒറ്റയ്ക്കാണെന്നോർത്ത് ആകുലപ്പെടരുത്. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. അവിടെ നമുക്ക് ജീവിതത്തിൽ ഒരിടമുണ്ട്, ഒരിരിപ്പിടമുണ്ട് നമുക്ക്. നമ്മൾ കാണുന്നുണ്ട് രണ്ട് ദിനവൃത്താന്തങ്ങൾ പുസ്തകത്തിൽ മനോഹരമായ ഒരു സംഭവം, ഒരു വചനം ഈശോ പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങൾ 25-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനമാണ്. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അത് മറക്കരുത്. സഹായിക്കാൻ മാത്രമേ കഴിയൂ എന്ന് അർത്ഥമില്ല. പരിത്യജിക്കാനും കഴിയും ദൈവത്തിന്. ദൈവം കൈവിട്ടോ എന്ന് ചോദിക്കില്ല ചിലപ്പോഴൊക്കെ. എപ്പോഴും കൈവിട്ടതായിരിക്കില്ല, പക്ഷെ ചില സമയത്ത് ദൈവം കൈവിടുന്ന അവസ്ഥയും ഉണ്ടാകും. അത് വചനം തന്നെ പറയുകയാണ്, സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അമസ്യ ദൈവപുരുഷനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തുപോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവമേ എല്ലാം കൈവിട്ടു പോയി, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. 2 കാര്യമാണ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. മനുഷ്യൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിത്യജിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകാതെ സഹായിക്കപ്പെടുന്ന, സഹായം ലഭിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാനാണ് ഞാൻ നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതം ഈശോയുടെ കൂടെ നടന്നിട്ട് ജീവിതത്തിൽ മറ്റെല്ലാവരും പരിത്യജിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോഴും
എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം, അത് നമ്മുടെ വിശ്വാസമാണ്, അത് നമ്മുടെ അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം. അനുഭവമായിട്ടില്ലെങ്കിൽ ഇത് ഒരനുഭവമായി മാറും. കൂടെ നടക്കാൻ ശ്രമിക്കുക. ഒപ്പം കൊടുത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അയ്യോ കുറഞ്ഞു പോകുക, അല്ല നമുക്ക് കുറഞ്ഞു പോകുക എന്നൊരു ചിന്ത ചിലർക്ക് വരും. ആർക്കെങ്കിലുമൊക്കെ ദാനമായി എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത്രയും കൊടുത്താൽ എനിക്ക് കുറയോ എന്ന് ചിന്തിക്കുന്ന ചില അല്പബുദ്ധികൾ നമ്മുടെ ഇടയിലുണ്ടാകാം. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, ഞാൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തരാനായിട്ട് ഞാൻ എത്ര കൊടുക്കുമോ അതിനേക്കാൾ കൂടുതൽ തരാൻ. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത്, നിങ്ങൾ നിറച്ചളന്ന് കൊടുക്കുവേൻ, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും. നിറച്ചളന്ന് കൊടുക്കുവേൻ. നമ്മൾ നിറച്ചങ്ങ് കൊടുത്താൽ മതി. ഈശോ എന്ത് ചെയ്യും? അതൊന്നുകൂടെ അമർത്തും, പിന്നെ കുലുക്കും, വീണ്ടും അമർത്തും. ഇങ്ങനെ അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിയിലേക്ക് ഇട്ട് തരും. അതെത്രയോ കൂടുതലുണ്ടാകും. അപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ അധികം തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാകട്ടെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ദൈവവുമായിട്ടുള്ള ഒരു നല്ല ആത്മബന്ധമുണ്ടാകട്ടെ. അങ്ങനെ ഒരു ബന്ധം വളർത്തിയെടുത്താൽ പിന്നെ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളിൽ ഇങ്ങനെ ചേക്കേറി അടയിരുന്ന് അതിനെ ഇങ്ങനെ വളർത്തിയെടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 തിരുവചനങ്ങൾ, അത് വളരെ മനോഹരമായ ഹൃദ്യതയുള്ള ഒരു ഹൃദയസ്പർശിയായ ഒരു വചനമാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. അതൊരു ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. വീണ്ടും ഈശോ അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്, മരണമുള്ള മനുഷ്യനെയും ദൃഢസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സ്രഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന്? അല്ലേ ഈശോ ചോദിക്കുന്ന എത്ര മനോഹരമാണെന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ഭയം മുഴുവനും എന്താണ്? ദൈവമേ, കൃഷിയൊക്കെ നശിച്ചു പോകുമോ? വെട്ടുകിളികൾ വന്നെല്ലാം നശിപ്പിക്കുമോ? മക്കൾ പഠിച്ചിട്ട് എനിക്കൊന്നും ഞങ്ങളെ നോക്കാതിരിക്കുമോ? അവരവരുടെ കാര്യം നോക്കി ഓടുവോ? ഞാൻ ഈ അലയുന്നതൊക്കെ വെറുതെ ആയി പോകുമോ? ചിലർ പറയും വെറുതെ ആണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്തകളില്ലേ, ഒരു നെഗറ്റീവ് ചിന്തകൾ. ചിലർക്ക് ഭയങ്കര ഭയമാണ്. അവരെന്നോട് അത് ചെയ്യുമോ, അത് ചെയ്യുമോ, ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെ പറയുമോ? വചനം പറയുകയാണ്, നിങ്ങളെല്ലാം ഈ തിന്മയിലേക്ക് നോക്കി, ഈ പീഡകരിലേക്ക് നോക്കി, ഈ തിന്മയിലേക്ക് നോക്കി, ഈ വേദനിപ്പിക്കുന്നവരിലേക്ക് നോക്കി നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? എന്തിനാണ് ആകുലപ്പെടുന്നത്? എല്ലാം കഴിവുള്ളവൻ ഞാൻ തന്നെയല്ലേ? എന്നിട്ട് പറയുകയാണ്, ഇതിനെല്ലാം ആകാശത്തെ വിരിച്ചവൻ ഞാനല്ലേ? ഇതിനെ അടിസ്ഥാനമിട്ടവൻ ഞാനല്ലേ? അവൻ നിൻ്റെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു ചിന്ത നമുക്കില്ലാതെ പോകുന്നത്? ഈശോ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് നീ ചിന്തിക്കുക. കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? പ്രിയപ്പെട്ടവരെ, ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ കർത്താവിനെ മറന്നുപോയോ? ഇന്ന് എല്ലായിടത്തും തിരക്കാണ്. കുടുംബത്തിലേക്ക് നോക്കിയാൽ ഭർത്താവ് ജോലിക്കാരൻ, ഭാര്യ ജോലിക്കാരി, മക്കളൊക്കെ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവരും ജോലി ഇല്ല, എല്ലാവരും തിരക്കിട്ട ജീവിതമാണ്. നേരം വെളുത്ത പിന്നെ ഒരു തിരക്കിൻ്റെ ലോകമാണ്. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് അവിടുന്ന് കയറി വരുന്നു, ഇവിടുന്ന് കയറി വരുന്നു, അങ്ങനെ കയറി വന്ന് എല്ലാവരും കൂടെ കൂട്ടിമുട്ടുന്നു. പരസ്പരം കണ്ടുമുട്ടാനും സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടാനും ഒന്നും സമയമില്ലാതെ നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തോട് നോക്കിയിട്ട് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ മറന്നോ? ഈ ചോദ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ എന്നോട് തന്നെയും ഈ ചോദ്യം ചോദിക്കുകയാണ്. ദൈവത്തെ മറന്നോ? ഈ ഓട്ടത്തിനിടയിൽ ദൈവത്തിന് ഒരല്പം ഇടം കൊടുക്കുമോ? ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരിടം ദൈവത്തിന് കൊടുക്കുമോ? ദൈവത്തിനൊരു അവസരം കൊടുക്കുമോ നമ്മുടെ ജീവിതത്തിൽ? ദൈവത്തിന് ഇടപെടാനായിട്ട്, ദൈവത്തിന് വന്നിരിക്കാനായിട്ട് ഒരിടം കൊടുക്കുമോ? ഒരവസരം കൊടുക്കുമോ?
നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ. നമ്മളിങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ചുറ്റുപാട് ഓടുകയാണല്ലോ. എവിടെ പോയാലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടുക, നെട്ടോട്ടം ഓടുകയാണ്. ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയും. ആരെങ്കിലും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടും തീരാത്ത ഈ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവത്തോടൊന്ന് പറയാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ, ഇല്ലേ? ഈശോ ചോദിക്കുകയാണ്, കുഞ്ഞെ, ഞാൻ നിൻ്റെ കൂടെയില്ലേ? എപ്പോഴെങ്കിലും നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ആകുലതകൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ദുഃഖങ്ങൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ഇല്ലായ്മ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നീ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും, ദൈവം കണ്ണുപൊട്ടനല്ലല്ലോ, ദൈവം കാത് കേൾക്കാത്തവനല്ലല്ലോ, ദൈവം ഇതൊക്കെ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അപ്പം ദൈവത്തിനെല്ലാം അറിഞ്ഞുകൂടെ? പിന്നെ ഞാൻ പറയേണ്ടതുണ്ടോ? ഇതൊക്കെ ശരി തന്നെയാണ്, ഇതൊക്കെ ശരിയാണ്. ചില മാതാപിതാക്കൾ കണ്ടിട്ടില്ലേ നമ്മൾ? അവർ ശാന്തമായിട്ടിരിക്കുകയുള്ളൂ, ശാന്തമായിട്ടിരിക്കും. അവരോട് ചെന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ ഉത്തരമുണ്ടതിന്. ഒരില്ലായ്മ പറയുമ്പോൾ അവർക്കതിനൊരു ഉത്തരമുണ്ട്, അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഇതുമായിട്ട് നടന്നപ്പോൾ അമ്മ കണ്ടില്ലേ? ഞാൻ കണ്ടു, പക്ഷെ നീ എന്നോട് ചോദിച്ചില്ലല്ലോ, നിനക്കിത് ആവശ്യമുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ. അതിനേക്കാൾ എത്രയോ അധികമായിട്ട് നമ്മുടെ ദൈവം, നമ്മുടെ സ്നേഹമുള്ള പിതാവ്, നമ്മളൊരു കുഞ്ഞ് തൻ്റെ അപ്പനോടെന്നതുപോലെ അങ്ങനെ പറയാൻ, പ്രിയപ്പെട്ടവരെ, പറയണമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പറയുമ്പോഴവിടെ ഒരു സൗഹൃദമില്ലേ, ഒരു ചില മക്കൾ, മുതിർന്നവർ, അവർ പറയും, അപ്പനറിയാലോ, അമ്മയ്ക്കറിയാലോ, പിന്നെ ഞാനിതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ കൊച്ചായിരുന്നപ്പോൾ എല്ലാ കാര്യവും പോയി പറയുമായിരുന്നു. നമ്മൾ വളരുന്നതിൻ്റെ തോതനുസരിച്ച് അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരോടുള്ള ഇടപെടൽ, സംസാരം, ആ ഓപ്പൺ ആകുന്നത്, അവരോട് തുറന്നു പറയുന്നതൊക്കെ അതൊക്കെ കുറഞ്ഞു വരിക. പിന്നെ നമ്മൾ വിചാരിക്കുമോ, അവർക്കറിയാലോ ഇതൊക്കെ, ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് അവർക്കറിയില്ലേ, ഞാൻ ഇന്നടുത്ത് പോകുകയെന്ന് അവർക്കറിയില്ലേ, അവർക്കറിയാലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ കാണുന്നില്ലേ, അവർ കേൾക്കുന്നില്ലേ, ആരൊക്കെയോ പറഞ്ഞ് കേൾക്കുന്നില്ലേ? പക്ഷെ അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. അവരാഗ്രഹിക്കുന്നത് എന്താണ്? അവരോട് പറയണം. ഈശോ എത്രയോ അധികമായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെ ഈശോടൊന്ന് പറയുക. എന്താണ് പറയുക എന്ന് പറയുമ്പോൾ, പറയുന്നതിനേക്കാൾ അവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. അവിടെ ഒരു ബന്ധം ദൃഢമാകുന്നുണ്ട്. അവിടെ ഒരു ബന്ധം ഇല്ലെങ്കിൽ അത് ഉടലെടുക്കുന്നുണ്ട്, അത് ദൃഢമാകുന്നുണ്ട്, ഇല്ലേ? സംസാരിക്കും തോറുമാണ് നമ്മുടെ ബന്ധങ്ങൾ വർദ്ധിച്ചു വരിക എന്ന് നമുക്കറിയാലോ. ചില ബന്ധങ്ങളൊക്കെ ഇല്ലാതെ ആകുന്നതും അങ്ങനെ തന്നെയാണ്. എങ്കിലും നമുക്കറിയാം, വെറുതെ കണ്ടതുകൊണ്ട് കാര്യമില്ല. സംസാരിച്ച് വരുമ്പോഴാണ് ഒരാളെ നമ്മൾ ഇങ്ങനെ അടുത്തറിയും തോറുമാണ് സ്നേഹബന്ധങ്ങൾ വർദ്ധിച്ചു വരിക, അത് സുദൃഢമാകുക. ദൈവത്തോട് സംസാരിക്കാൻ നാം തുടങ്ങുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം അതിങ്ങനെ വർദ്ധിച്ചു വരും, ആഴപ്പെടും. അടുത്ത ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? ആകുലതകളൊക്കെ അവസാനിക്കുക. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന്, അത് ദൈവത്തിൻ്റെ അടുത്ത് പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ബോധ്യപ്പെടുക. എന്ത് പ്രശ്നം നീ അഭിമുഖീകരിക്കുന്നുണ്ടോ, ഏതൊരു പീഡകളിലൂടെ കടന്നു പോകുന്നുണ്ടോ, ദൈവവുമായിട്ട് സംവാദിക്കാനായിട്ട് കഴിയട്ടെ, ദൈവവുമായിട്ട് പങ്കുവെക്കാനായിട്ട് കഴിയട്ടെ. ഒരല്പസമയം ഞാൻ പറയും, സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ദേവാലയത്തിലേക്ക് പോകുക. അതേതെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെയാണെങ്കിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ വളരെ കുറവാണോ? ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ആ ദേവാലയ വാതിൽ തുറന്നിട്ടിരിക്കുകയാണല്ലോ മുഴുവൻ സമയം. ആ ദേവാലയത്തിലൊന്ന് കയറി നിൻ്റെ സങ്കടങ്ങളൊന്ന് അവിടെ ഇറക്കി വെക്കാൻ. നമ്മൾ ഈ സങ്കടവുമായിട്ട് എത്ര നാളാണ് നടക്കുക? നമ്മൾ ഈ ഭാരം ചുമന്നുകൊണ്ട് എത്ര നാളാണ്? ഏതൊക്കെ വാതിലുകൾ മുട്ടിയാലും തുറക്കപ്പെടുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ചില സാമ്പത്തിക പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി വാതിലുകൾ കൊട്ടി വാതിലുകൾ കൊട്ടി വിളിക്കുന്നു, പക്ഷെ എല്ലാം അടയപ്പെടുന്നു. നിരാശപ്പെട്ട് എത്ര ജീവിതങ്ങൾ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട്, എത്ര ജീവിതങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ പോയിരുന്ന് അവിടെ നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, അതിന് ഉത്തരമുണ്ട്.
നമ്മുടെ വരവും കാത്തിരിക്കുന്ന ഒരു ദൈവം അവിടെയുണ്ട്. അതുകൊണ്ട് വചനം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിനെ നീ മറന്നു കളഞ്ഞോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 13 തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ആഴപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിപ്പിച്ച് വെക്കാം. ദൈവത്തെ നീ മറന്നു കളഞ്ഞുവോ? നീ എന്തിനു ഭയപ്പെടുന്നു? ഈശോ ചോദിക്കുകയാണ്. നീ എന്തിനു ഭയപ്പെടുന്നു? ദൈവത്തെ നീ മറന്നു കളഞ്ഞുവോ? ദൈവത്തെ മറക്കരുതേ പ്രിയപ്പെട്ടവരെ. ദൈവമുണ്ട്. അപ്പം നമ്മൾ പറയും, ദൈവം ഇതെല്ലാം എനിക്ക് വരുത്തിയിട്ട് ഇനി ഞാൻ ദൈവത്തോട് പോയി പറയണമോ? ദൈവമാണ് ഇതെല്ലാം വരുത്തിയതെന്ന് പറയരുത്. അങ്ങനെ പറയരുതെന്ന് വചനം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. യാക്കോസ്ലിയ പറയുക, നീ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിന്റെ ദുർമോഹങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നീ ശ്രമിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടപ്പാടുകളൊക്കെ വന്നത്? ഈ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പുറകിൽ എൻ്റെ അശ്രദ്ധയുണ്ടോ? എൻ്റെ അലംഭാവമുണ്ടോ? ഞാൻ എന്തൊക്കെയോ നേടാൻ വേണ്ടി, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ദൈവഹിതം അറിയാതെ ഓടിയപ്പോൾ സംഭവിച്ചതാണോ ഇതൊക്കെ? ഒരു ആത്മശോധന വിഷയം കൂടെ ആക്കണം. എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ ആത്മശോധനയുടെ വിഷയമാക്കി മാറ്റണം. ഈ സഹനം ദൈവത്തിൽ നിന്ന് തന്നെ വന്നതായിരുന്നോ? അതോ എൻ്റെ ദുർമോഹം കൊണ്ട് ഉണ്ടായതാണോ? എൻ്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായതാണോ? എൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഉണ്ടായതാണോ? പ്രിയപ്പെട്ടവരെ, ഇത് രണ്ട് വഴിയാണെങ്കിലും സാരമില്ല. ദൈവം അനുവദിച്ചതാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പരിഹാരമുണ്ട്. ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇനി ദൈവം അനുവദിച്ചതല്ല, പക്ഷെ എൻ്റെ ദുർനടപ്പ് കൊണ്ട്, എൻ്റെ അശ്രദ്ധ കൊണ്ട്, എൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ടൊക്കെയാണ് അത് സംഭവിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പരിഹാര മാർഗം നിർദ്ദേശിച്ച് തരാൻ സാധിക്കും. ഇനി എങ്ങനെ നീ അതിൽ നിന്ന് തിരിച്ചു വരണം? ദൈവത്തിൻ്റെ മുമ്പിൽ വഴികളുണ്ട്. ഒരു വഴിയും ദൈവത്തിൻ്റെ മുമ്പിൽ അടഞ്ഞിട്ടില്ല എന്ന് നാം തിരിച്ചറിയുക. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നവനെ ദൈവം വഴി നടത്തും. പ്രിയപ്പെട്ടവരെ. നീ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലാണോ? ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്ന വഴി എന്താണെന്ന് നിന്റെ നല്ല ദൈവം നിനക്ക് പറഞ്ഞു തരും. ദൈവം ആ വഴിയിലൂടെ നിന്നെ നടത്തും. തുറസായ സ്ഥലത്തിലൂടെ, നല്ല വിശാലമായ, നമ്മൾ സങ്കീർത്തകനോടൊപ്പം നമ്മൾ ചൊല്ലാറില്ലേ, പച്ചയായ പുൽത്തകിടിയിലൂടെ അവിടെ നിന്നെ നടക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. ഈശോ പ്രശാന്തമായ ജലാശയത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ഈശോട് ചോദിക്കാൻ, ഈശോയുടെ ആലോചന ചോദിക്കാൻ, ദൈവസന്നിധിയിലേക്ക് പോയിരുന്ന് നമ്മുടെ പ്രതിസന്ധികളെ ഒന്ന് പറയാൻ, ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയട്ടെ. ഏത് ദുഃഖങ്ങളും അതിൽ തന്നെയും അവസാനമല്ല. എല്ലാ നിന്ദനങ്ങളും, പരിഹാസങ്ങളും, ദുഃഖങ്ങളും, നിരാശ എല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്ന അനുഭവമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. അതിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.